guys, welcome back to our channel My Manasa. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നമ്മളിത് എടുക്കുന്നത് ജൂൺ 28-നാണ്. ഫസ്റ്റ് ഞാൻ നാട്ടിലെത്തിയിട്ടോ ഗൈസ്, ഞാൻ 2 ദിവസമായി നാട്ടിലൂടെ എത്തിയിട്ട്. പറയാൻ മറന്നു, വ്ളോഗ് എടുത്തില്ല. കാരണം എന്താണെന്ന് അറിയാം വ്ളോഗ് എടുക്കാത്തത്? നമ്മൾ ചാനലിൽ കൂടുതലും ലൈക്ക് ഫ്ലൈറ്റ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ റിലേറ്റഡ് ആയിരിക്കണം. അപ്പം ബോറടിക്കൂലേ കണ്ട് പിന്നെ അതായിരിക്കും ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇത് പുറത്ത് വിടുന്നത് ഓഗസ്റ്റ് ലാസ്റ്റിനൊക്കെ മറ്റും ആയിരിക്കും. ഇത് വീഡിയോ എന്ന് പറയുന്നത് പറയൂ അതിന് തന്നെ മനസ്സിലാക്കിക്കൂടെ ഗൈസ്. എൻ്റെ ചേച്ചി ഒരു പ്രായപൂർത്തിയായി, നാണം നോക്കൂ. സോ എൻ്റെ ചേച്ചി എൻഗേജ്ഡ് ആവാൻ പോവുകയാണ്. ഇത് കുറേ ആയി നമ്മൾ തീരുമാനിച്ചിട്ടെല്ലാം. അപ്പോൾ ഈ വർഷം എൻഗേജ്മെൻ്റ് ആണ് ഓഗസ്റ്റിൽ. നമ്മൾ ചെക്കിനൊന്നും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അതാ ഞാൻ പറയാൻ, ഇത് വ്ളോഗ് വരുന്നത് ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയിരിക്കും. ഈ എൻഗേജ്മെൻറ്റ് വ്ളോഗെന്ന് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്തെടുക്കുവാണെങ്കിലും ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ പുറത്ത് എടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ, ഹായ്. അങ്ങനെ എൻ്റെ അളിയനെ നോക്കി ഗൈസ്. അളിയന് ഹായ് പറയൂ. അളിയ, എന്താണ് പറയാനുള്ളത് എൻഗേജ്മെന്റിനെ പറ്റിയിട്ട്? എന്താ പറയാ, ഞങ്ങളിപ്പോ ഡ്രസ് എടുക്കാൻ വന്നിരിക്കുകയാണ്. വെഡിങ് സാരി. അങ്ങനെ ഗൈസ്, നമ്മൾ സാരി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹലോ മമ്മി, എന്താണ് പറയണത്? കല്യാണം ആവാനായ എൻ്റെ എൻഗേജ്മെന്റിന് ഞങ്ങൾ ഡ്രസ് എടുക്കാൻ വന്നിരിക്കുകയാണ്. സോ ഗൈസ്, അവരവിടെ ഡ്രസ്സെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാരിയാണ്, സാരിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കുങ്കുമ കളറില്ലേ? ഇത് എനിക്ക് നോക്കുകയാണ് ഫോർ നിശ്ചയം. വെച്ച് നോക്ക്. കണ്ണാടി ഉണ്ട് ഇവിടെ. സോ ഗൈസ്, നമ്മളിപ്പോൾ മന്ത്രകോടിയുള്ള സാരിയും പിന്നെ എൻഗേജ്മെൻറ്റിനുള്ള ഇതാണ് ഡ്രസ്സാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നന്നായിട്ടുണ്ടല്ലേ? സാരി ട്രൈ ചെയ്യിക്കണം. ഇത്രയും വലിയ ഡിസൈനുകൾ വേണോ?
എളുപ്പമുള്ളതല്ലേ അത് കുറച്ചും കൂടി ചെറുതാണെങ്കിൽ ഇത് നമ്മൾ ആദ്യം ഒരെണ്ണം മാറ്റിച്ചത് ആ അതെവിടെ മാറ്റിച്ചു ഇത് എൻഗേജ്മെന്റ് എടുത്ത് നല്ല ഷോ ഉണ്ടാവും. ഇതാണ് കല്യാണത്തിന് വരുമ്പോൾ പറ്റുന്ന സാരി. അപ്പൊ ഇതിനനുസരിച്ച് വേറൊരു ചന്തം ശരിക്കും നിങ്ങളുടെ ഇതല്ലേ ശരിക്കും കൊണ്ടുവരിക അല്ലേ മധുര പൊടിക്ക് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് എങ്ങനെയുണ്ടോ അപ്പൊ ഇത് പീക്കോ ഗ്രീൻ രണ്ടും എടുക്കാം ഓഡിയോ കോൾ വിളിക്കാം ഒന്നും കേൾക്കണില്ല പപ്പ പറയുന്നത് ഒന്നും കേൾക്കണില്ല ഞങ്ങൾ പറയുന്നത് അങ്ങനെ കേൾക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ പപ്പ പറയുന്നത് കേൾക്കണില്ല ചേച്ചിയുടെ എടുത്ത് കഴിഞ്ഞു ഗൈസ്. ഇനി എന്റെയും അമ്മയുടെയൊക്കെ നോക്കുന്നത്. ചേച്ചിയോടെ കൊച്ചിനെ ഇറങ്ങി ലൈറ്റിന്റെ ഇടയ്ക്ക് എൻ്റെ ചെറുക്കൻ അല്ല അമ്മയ്ക്ക് എടുത്ത സാരി സൂപ്പർ പിങ്കാണ് റാണി പിങ്ക് സൂപ്പർ ഇത് ഇതും ചേച്ചിക്ക്, ഇത് അമ്മയ്ക്കും ഇത് എനിക്കുമാണ് എടുത്തിരിക്കുന്നത്. പപ്പയ്ക്ക് പപ്പ വന്നിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അമ്മയുടെ ഒരു കളറിനനുസരിച്ചിട്ട് എടുക്കുന്നത്. ഇത് എപ്പോഴേക്ക് എൻഗേജ്മെന്റിനാ? ഇത് നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആന്റിമാരൊക്കെയാണ് എടുക്കുന്നത്. അച്ചമ്മയ്ക്കും അച്ചമ്മയ്ക്കും എടുത്തു. അച്ചമ്മയുടെ ഇത് നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന മുത്തമ്മയ്ക്കും നാഗം ചേച്ചിക്കും മല്യാനിക്കൊക്കെ എടുക്കുന്നത്. ഇതാണ് അച്ചമ്മയ്ക്ക് എടുത്തത് കേട്ടോ. സോ ഗൈസ് നമ്മളിപ്പം നമ്മുടെ ആവശ്യമുള്ള എല്ലാവർക്കും എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അനിയത്തിക്ക് എടുക്കുകയാണ്. അനിയത്തിക്കും ഏട്ടനും എടുത്തോണ്ടിരിക്കുകയാണ്. സോ ഗൈസ് നമ്മൾ ഇതാണ് അവർ ചൂസ് ചെയ്തത്. വൈകിക്ക് ഞങ്ങളിത് ഫൈനലൈസ് ചെയ്ത് വൈകിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളറ് എടുത്ത്. ആദ്യം ഇതായിരുന്നു ചൂസ് ചെയ്തത്, പക്ഷേ ഇതായിരുന്നു നല്ല രസം. സോ ഗൈസ് സാരി ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ഏത് സാരി എടുത്തു കാണിച്ചോ. അപ്പം ഞങ്ങൾ എൻഗേജ്മെൻ്റ് ഞങ്ങൾ ഗ്രീൻ പീകോക്ക് കളർ സാരിയാണ് എടുക്കുന്നത്. ഞാനൊരു കോഫി ബ്രൗൺ കളറാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് 2 ഡേ വരുന്നുണ്ട്, അത് വഴി പറഞ്ഞുതരാം. അപ്പം ഫൈനലി എൻഗേജ്മെൻറ്റ് അവരായി ആൻഡ് ഇറ്റ്സ് അവർ ലവ് മാരേജ്. നിങ്ങൾക്ക് ഇവിടെ ഇവരുടെ ലവ് സ്റ്റോറി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇഫ് യു വാണ്ട് വി വിൽ ഡു ദാറ്റ് വീഡിയോ. ഇങ്ങനെ കണ്ടു, എവിടെ നിന്ന് കണ്ടു, അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പറയാം. എത്ര ഇയേഴ്സ് റിലേഷനാണ്, എങ്ങനെയാണ് എന്നുള്ളത് ഒരു ലവ് സ്റ്റോറി ഇല്ലേ, അത് നമ്മൾ വേണമെങ്കിൽ പറയാം ഇഫ് യു വാണ്ട്. ഓക്കെ. സോ അതാണ് എൻ്റെ ചെറുക്കൻ. പേര് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. വേണ്ട, പേര് വേണ്ട. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ വ്ളോഗ് വരും. ഇത് നമ്മൾ മെയിനായിട്ട് പറയുന്നത് എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് വീഡിയോ ആണ്. ബേസിക്കലി നമ്മൾ എടുക്കുന്നത് ജൂൺ 28 എടുക്കുന്നത്.
നമ്മളിത് അപ്ലോഡ് ആക്കുന്നത് ഓഗസ്റ്റ് ലാസ്റ്റിന് മറ്റും ആയിരിക്കും. കാരണം നമ്മൾ ഇതുവരെ ചിക്കൻ്റെ ഫോട്ടോ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല, ഞാൻ റിവീലാക്കിയിട്ടില്ല, എവിടെയും റിവീൽ ആക്കിയിട്ടില്ല ആരാ ഏതാണെന്നൊന്നും. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയിരിക്കണം ഈ വ്ളോഗ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് മാത്രമല്ല, എന്ത് വെഡിങ് ബേസ് ആണെങ്കിലും നമ്മൾ എന്താണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇതെല്ലാം പുറത്ത് വിടുള്ളൂ. പിന്നെ എൻ്റെ അനിയൻ ഗിവിൻ സി സൈമൺ അവനായിരുന്നു എൻ്റെ പ്യൂബർട്ടി ഫംഗ്ഷന് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നത്. അപ്പോൾ അതെല്ലാം കഥയെല്ലാം വഴിയെ പറയാം, എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്. ഗിവിൻ വരാൻ കാരണമുള്ള റീസൺ എന്താണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ വഴിയെ പറയാം. ലവ് സ്റ്റോറി ഞങ്ങൾ ഗിവിനാൻ്റെയും മമ്മീനും ഓൾറെഡി നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. പൊന്നോട്ടൻ മാത്രമാണ് ആരും കാണാതെ ഇരിക്കുന്നത്. പൊന്നോട്ടൻ ചെല്ലപ്പേര് പൊന്നോട്ടൻ അളിയൻ ഗൈസ്, എൻ്റെ അളിയൻ വരും. സോ ഗൈസ് അങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പോൾ എല്ലാവർക്കും ഉള്ള ഓൾമോസ്റ്റ് സാരി എല്ലാം എടുത്തു കഴിഞ്ഞ് ഗേൾസിൻ്റെ സെക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബോയ്സിനാണ് എടുക്കാനുള്ളത്. പപ്പയ്ക്ക് എടുക്കണം. പപ്പ പിന്നെ നാട്ടിലില്ല ഗൈസ്. നമ്മൾ ഷോപ്പിംഗ് വീഡിയോ എടുക്കുമ്പോൾ പപ്പ ഇല്ല നാട്ടിൽ. പപ്പ ഖത്തറിലാണ്. പപ്പ ജൂലൈ ലാസ്റ്റ് വരും. അങ്ങനെ പപ്പയ്ക്കുള്ളതെല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബോയ്സിൻ്റെ എടുക്കാൻ പോകണം. അങ്ങനെ ഗൈസ് അങ്ങനെയൊക്കെയാണ്. ഗെറ്റ് എൻഗേജ്ഡ് ലോക്കാവുമ്പോൾ അളിയും മോളല്ല ആളിയും പോകും. അങ്ങനെ എൻഗേജ് ആവാൻ പോവാണ്. എന്തായാലും വെഡിങ് ആവാറായില്ലേ? വെഡിങ് ഒക്കെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ കാര്യങ്ങൾ. വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ. യെസ്, ഓക്കെ. നമുക്ക് അടുത്തത് കാണാം. നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ തന്നെ സമയം 3 ആവാനായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ബോയ്സിനുള്ള നോക്കാൻ പോകണം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക ഗൈസ്. ആദ്യം പോയ കടലിൽ ഭയങ്കര തിരക്ക്. ഇതിപ്പോൾ എവിടെ തപ്പിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ്. കുറേ നേരം ഇങ്ങനെ നടക്കണം. ഒരു സ്ഥലത്തും സ്ഥലമില്ല. നമ്മളിങ്ങനെ നടക്കുക. എവിടെയാണോ ഇങ്ങനെ സ്ഥലമുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എവിടെയാണെങ്കിൽ മറ്റേ ഒടുക്കത്തെ വെയിൽ, മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് തണുപ്പുണ്ട്, കാറ്റുണ്ട്, എല്ലാം ഉണ്ട്. ഏതൊരു ഹോട്ടലിൽ കയറിയിട്ട് കാല് സുഖായിസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭയങ്കര ഉറക്കക്ഷീണുണ്ട്, ഭയങ്കര ടയേർഡ്. സോ പിന്നെ പറഞ്ഞില്ല, ഹീൽസിന് ഭയങ്കര കാല് വേദന. അതൊക്കെയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തീർന്നിട്ടൊന്നുമില്ല കേട്ടോ, ഷോപ്പിംഗ് ഇനിയുണ്ട്. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി ജെൻസിനുള്ളത് എടുക്കാൻ വേണ്ടി. ഫുഡെല്ലാം വന്നു. ജ്യൂസും കൂടി വന്നിട്ടുണ്ട്. എനിക്ക് ഗ്രേപ്പ് ടേസ്റ്റ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ജെൻസിന് വേണ്ടി എടുക്കാൻ പോവുകയാണ്. അവരുടെ ഇവിടെ കിട്ടിയിട്ടില്ല, ഇനി അവർ വേറെ ഷോപ്പിൽ നോക്കാൻ പോവുകയാണ്. സോ ഗൈസ് ഞങ്ങൾ ഞങ്ങളപ്പോൾ ചെന്നൈ സിൽക്സിന്ന് എന്തൊക്കെ എടുത്തു? എന്തൊക്കെ എടുത്തു? അത്യാവശ്യം ഏട്ടന് വേണ്ടിയിട്ട് ലൈക്ക് കുർത്ത അങ്ങനെ എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗിവൻ കാറു ഇവിടെ ഉണ്ട്.
ചെറുക്കൻ വന്നു. ഹായ് 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 പറ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് ഒറ്റപ്പാല മന്ദാര ക്ലോത്തിങ്ങിലാട്ടോ കൊടുത്തത്. അവർക്ക് ഓൺലൈൻ പേജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർ ഓഫ്ലൈനും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാനെല്ലാം കൊടുത്ത്, ഇത് നമ്മൾ ഡ്രസ്സ് വാങ്ങിയ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനെല്ലാം കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് കുന്നംകുളം പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ കുന്നംകുളത്തൊക്കെ പോയിട്ടാണ് വീട്ടിലോട്ട് പോയത്. സോ ഗായ്സ്, നിങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ പർച്ചേസ് എല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ജൂലൈയിൽ നമ്മൾ പോയത്. ജൂലൈയിലല്ല, ജൂൺ 28 മറ്റുമാണ് പോയത്. അപ്പോൾ ഓഗസ്റ്റ് 12 ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മുടെ എൻഗേജ്മെൻറ്റിന്. അപ്പോൾ ഇവിടെ വീട്ടിൽ പെയിൻ്റ് എല്ലാം അടിക്കുകയാണ്. ഫുൾ അടിക്കുന്നില്ല, ചേച്ചിയുടെ റൂം പിന്നെ ഹോളിൽ അങ്ങനെ കുറച്ച് സ്ഥലത്ത് അടിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനുകൾ അതല്ല, ഇവിടെ പപ്പ മലയ്ക്ക് പോണ കൊണ്ട് വീട് ശുദ്ധാക്കാൻ വേണ്ടി പുതപ്പം. അതെ ഗൈസ്, അങ്ങനെ പപ്പ വന്നിട്ട് പപ്പനെ കണ്ടിട്ടില്ലല്ലേ, പപ്പ ഇവിടെ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് ഫസ്റ്റിനൊക്കെ പപ്പ എത്തി ഇവിടെ. അപ്പം പപ്പ മലയ്ക്കൊക്കെ പോവാൻ നിൽക്കുകയാണ്. ശബരിമല പോവാണ് നെക്സ്റ്റ് വീക്ക്. സോ അതിൻ്റെ ആയിട്ടുള്ള ഇവിടെ ഇവിടെ ക്ലീൻ ആക്കുകയാണ് ആൻഡ് പെയിന്റ് അടിക്കുന്നു. കാണിച്ചു തരാം. ഉഴുന്നോടെ വേണം ഗൈസ്, ഉഴുന്നോടെ സൊമാറ്റോന്ന് ഓർഡർ ചെയ്ത് എപ്പോഴല്ല 1 മണിക്കൂർ കഴിഞ്ഞ് ഓർഡർ ചെയ്തിട്ട് ഇത് ഇപ്പഴാ വരുന്നത്. ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കർക്കിടക പാവ അല്ലേ, ഇതിനോട് മിക്സ് ചെയ്യണോ ഇത് നോക്കട്ടെ. സോ ഗൈസ്, ഇത് എത്രാമത്തെ ടേക്ക് എടുക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം കുറേ ദിവസം നമ്മൾ വ്ലോഗ് എടുത്തിട്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞത് എൻഗേജ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ക്ഷണിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ ആൾക്കാരനെയൊക്കെ. അതിപ്പോൾ കർക്കിടക മാസം അങ്ങനെ പോയില്ലേ, അപ്പോൾ ഇത് ചിങ്ങമാസം തുടങ്ങിയിട്ടാണ് ആൾക്കാരെയൊക്കെ ക്ഷണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ സെറ്റ് ചെയ്തു, സ്റ്റേജൊക്കെ ഡെക്കറേഷനൊക്കെ ഉള്ള സെറ്റ് ചെയ്ത്. ഇവിടെയാണ് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ വരുന്നത്. ലൈക്ക് ഈ ഒരു ഇത് എൻ്റെ ഫങ്ഷന് ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ ഇതുവരെ എന്തോ സ്റ്റേജ് വരുന്നുണ്ട്, അവിടെയൊക്കെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് തീം സെറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷൻ അങ്ങോട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനായിട്ടുള്ള ആൾക്കാർ ഇനി പുറകെ വരുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് സാറ്റർഡേ ആണ് എൻഗേജ്മെൻറ്റ്, 22 എന്ന് പറയുമ്പോൾ. അപ്പം നമുക്ക് തേഴ്സ്ഡേ അവർ സ്റ്റേജ് ഡെക്കറേഷന് പന്തലിടാൻ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണിച്ചു തരാം. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ വ്ലോഗ് എടുക്കുന്ന കാര്യമൊക്കെ ഇതിൽ മറക്കും. നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസിലൂടെ. അപ്പം എന്താണ്, നമ്മൾ വ്ലോഗ് എടുക്കുക സത്യം പറഞ്ഞാൽ മറന്നു പോവാണ്. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മുടെ ഈ എൻഗേജ്മെൻറ്റ് തുടക്കം നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ നമ്മൾ കുറച്ചായിട്ട് എടുക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പോൾ പോലും ഞാൻ അന്ന് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യാൻ മറക്കും. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു വ്ളോഗിൽ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, പിന്നെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ കാണുമ്പോഴും ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. അപ്പോൾ പരമാവധി നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികളൊക്കെ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. നിങ്ങൾ കണ്ട ഞെട്ടല്ലേ കേട്ടോ, ഇത് എന്താ ഇങ്ങനെ ആയി പോകുന്നതെന്ന് മാത്രം അറിയില്ല. എന്താ ഇത് നോക്കൂ, നമ്മൾ ഇത് 1 മാസത്തോളം ആവാനായി നമ്മളിത് വാങ്ങിയിട്ട്, പക്ഷെ ഇതെന്താ ഇങ്ങനെയെന്ന് അറിയില്ല. ഇത് കണ്ട കല്ലിൻ്റെ കളറൊക്കെ മാറി. പിന്നെ നമ്മൾ ഇവിടെ ചെറുത്ത് പുറത്ത് വെച്ചിരിക്കണ ചെറുത്ത്, ഉള്ളിൽ ഒരു വലിയ ഫിഷ് ടാങ്ക് വെച്ചിരിക്കണേ, അത് കാണിച്ചു തരാം. നമ്മളിത് വാങ്ങിയിട്ട് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ 10-15 മീനോളം ചത്തേനി. ഇപ്പം നമ്മൾ 2-3 ഗോൾഡൻ ഫിഷ് വാങ്ങി വെച്ചിരിക്കുക. ഇതെന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് മാത്രം അറിയില്ല.
ഉള്ളിലത്തെ ഫിഷ് ടാങ്കിൽ പോലും 10-15 മീന് ചത്ത് കഴിഞ്ഞ് കാണിച്ചുതരാം. ഇതുണ്ടോ? പക്ഷെ കല്ലിന്റെ ഇങ്ങനെ ഉണ്ടോ? ഇവിടെയൊക്കെ പെയിന്റ് അടിക്കാനുണ്ട്. ഇവിടെ നമ്മൾ എത്ര പെയിന്റ് അടിച്ചാലും ഇങ്ങനെ തന്നെയാവും കേട്ടോ. കല്ലിലൊക്കെ പെയിന്റ് അടിക്കാനുണ്ട്. പിടിക്കാനായിട്ടൊക്കെ ഫുൾ പെയിന്റ് അടിക്കാനുണ്ട്. പെയിന്റ് അടിക്കും. ചേച്ചിയുടെ റൂമിലൊക്കെ പെയിന്റ് അടിച്ചു. ഇവിടെ നമ്മൾ മഴയൊക്കെ കാരണം ഇവിടെയൊക്കെ ഭയങ്കര എന്തൊക്കെയായിരുന്നു. അപ്പം ഇവിടെയൊക്കെ ഫുൾ പെയിന്റ് അടിച്ചു. ഡ്രസ്സിങ് റൂമിലൊക്കെ ഇവിടെ വൈറ്റൊക്കെ പെയിന്റ് അടിച്ചു. പിന്നെ നമ്മൾ ഈ ഹോളില് ഇവിടെയൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇതാവും. വാട്ടർ പ്രൂഫിന്റെ പെയിന്റ് ഒക്കെ അടിച്ചായിരുന്നു. അതേപോലെ എൻ്റെ റൂമില് ഇവിടെയൊക്കെ ചെറിയ ചെറിയ അവിടെ മാത്രമേ പെയിന്റ് അടിക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ റൂമിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇല്ല നമുക്ക്. പിന്നെ ഇവിടെയൊക്കെ ചെളിയൊക്കെ ആയിട്ടുണ്ട്. സോ ഇവിടെ തന്നെ ചെയ്യണം. പിന്നെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇവിടെ മാറ്റണം. ഈ പുതിയ സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിക്കണം. ഹേ ഗൈസ്, സോ ദിസ് ഇസ് ഡേ 2. ഇവിടെ ഇപ്പോൾ ഇപ്പോഴും പെയിന്റിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഓൾമോസ്റ്റ് ഇന്നത്തോടെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തോടെ പെയിന്റിങ് എല്ലാം കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വീട്ടിലെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പുറത്ത് നമ്മുടെ ടൈൽസിലൊക്കെ ഇവിടെ എന്തോ ഫോഴ്സുള്ള പൈപ്പിൽ ആസിഡ് ഇട്ട് കഴുകുക. കാരണം ഇപ്പോൾ പെയിന്റ് അടിക്കാനൊന്നും എന്തായാലും പറ്റില്ല, മഴയൊക്കെ ആയതുകൊണ്ട്. സോ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ടില്ല, ഇപ്പം തീരുന്ന ആർക്കറിയാം. ഇവിടുത്തെ പെയിന്റ് അടി നടന്നുകൊണ്ടിരിക്കുവായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ അടുക്കളയിലൊക്കെ അടിക്കുകയാണ് ഗൈസ് പെയിന്റ്. ഞാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞെന്നാണ്, പക്ഷെ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. അപ്പം അടുക്കളയിൽ ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ പാൻറ്റും അങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. കൊണ്ടുവരാനായിട്ട് എടുക്കാം. ഇപ്പൊ വാച്ച് എല്ലാം നോക്കാൻ വന്നിരിക്കുന്നത്. വാച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ വിശന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇറങ്ങണം നോക്കിയെന്ന് വിചാരിച്ചു, പക്ഷെ ഇറങ്ങുന്ന സമയത്ത് തന്നെ 1:30 കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടി ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നമുക്ക് ദർശനയിൽ പോവാം. ശരിക്കും നമ്മൾ ലേറ്റാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ മുന്നേ തീർക്കേണ്ടതായിരുന്നു, പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം നടന്നില്ല. സോ ഇപ്പം അതിൻ്റെ ആയിട്ടുള്ള ഓട്ടമാണ്. കാരണം ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എൻഗേജ്മെന്റിന്. ടൈം ആവാനായി. അപ്പൊ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നടക്കുക. എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നോക്കാനുണ്ട്. ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞു. നമ്മൾ പിന്നെ ഇനി വീട്ടിലോട്ട് പോകണം. അല്ല, വീട്ടിലോട്ടല്ലേ, കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൊടുവായൂർ വന്നിരിക്കുകയാണ്. അമ്പലത്തിക്കും പിന്നെ നമ്മുടെ അത്തൻ്റെ വീട് ഇവിടെയാണ്. പിന്നെ നമ്മള് ഹാമ്പറിന്റെ സാധനം ഇവിടെ അവരുടെ ഇത് ലൊക്കേഷൻ
അപ്പോ അതും കൂടി കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ അപ്പന്റെ വീട് ഇതാ അവിടെ. എന്നിട്ട് പോവാം. ബ്രൈഡലിന്റെ ലുക്ക് നോക്കട്ടെ. പറഞ്ഞ പോലെ തന്നെയാണ്. ഇഷ്ടമായിട്ടില്ലേ? അടിപൊളി. പിന്നെ സാധാരണ ഇടുന്ന സാധാരണ സൈഡ്സ്. ഇതാണ് എന്റെ എൻഗേജ്മെന്റിന് ഇടുന്നത്. ഇതിന്റെ സ്കേപ്പ്. പിന്നെ ഇത് 23rd വയലറ്റ് കളറുള്ളത്. നമ്മളിപ്പോൾ മന്ദാരയിൽ വന്നിരിക്കുകയാണ്. മന്ദാര ക്ലോത്തിങ് ഒറ്റപ്പാലം. അവിടെയാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചെറിയൊരു ഓൾട്രേഷനുണ്ട്, അല്ലാതെ ഡ്രസ്സൊക്കെ സൂപ്പറാണ് ഗൈസ്. ഞാനതും കാണിച്ചു തരാം കേട്ടോ. വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു ബെസ്റ്റ് 23-ാം ഗൈസ്. ഇതാണ് ഇടുന്നത്. ഗായ്സ്, സോ നമ്മൾ ഡ്രസ് നാളെ കിട്ടും. ഒന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട്. സോ നമ്മൾ ഇപ്പോൾ പിസ്സ കഴിക്കാൻ വേണ്ടി പിസയിൽ വന്നേക്കാണ്. ഇനി 4 days കൂടെ. 4 days to go. Hello, this is Givin C. Simon from Children House. Yes, tell me. Okay. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. 22-ാം തീയതി എന്റെ എൻഗേജ്മെന്റ് ആണ്. അല്ലടാ, പെട്ടെന്നായിരുന്നു എല്ലാം. ചെക്കൻ വന്നിട്ട് കുന്നോളത്താണ്, പേര് ഗോഡ്വിൻ സൈമൺ എന്നാ. അപ്പം എനിക്ക് അതൊക്കെ ഒപ്പിച്ചടാ. അപ്പൊ എനിക്ക് നിന്നെ ഓർമ്മ വന്നപ്പോ നിന്നെ വിളിക്കണമല്ലോ എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പൊ അമ്മയും നീയുമായിട്ട് കുടുംബസമേതം വരണം, ഏട്ടനുമായിട്ട് കേട്ടോ. വർക്ക് നീ അവിടെ ഇടണം. നീ എന്റെ എൻഗേജ്മെന്റിന് നീ എന്തായാലും അവിടെ ഉണ്ടാവണം. നീയാണ് അവിടെ മുഖ്യം. മമ്മിയോടും പറയണം കേട്ടോ. എന്താണ് അവിടെ നീ? അല്ലേ ഹലോ അളിയ, 22-ാം തീയതി എന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആണ്. 12 to 12 ഉള്ളിലാണ് മുഹൂർത്തം. അപ്പൊ ചെക്കൻ വന്നിട്ട് കുന്നംകുളത്ത് നിന്നാണ് കേട്ടോ. ഫുഡ് ഇവിടെ വെജിറ്റേറിയൻ ആണ്, ഫ്രൈഡ് റൈസ് അതൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും അളിയൻ വരണം, നിർബന്ധമായിട്ട് വരണം, കുടുംബത്തോടെ വരണം. മറക്കില്ലേ, വരണം കേട്ടോ. ഓക്കെ, എന്നാ ശരി. സോ നമ്മുടെ ക്ഷണവും എല്ലാം കഴിഞ്ഞു. ഇന്ന് 18th August 2026, അതായത് ട്യൂസ്ഡേ. നാളെ ഇനി കുറച്ച് ദിവസം കൂടി മാത്രം. ഇനി 3-4 ദിവസം മാത്രമേ ഉള്ളൂ എൻഗേജ്മെൻറ്റിന്. നാളെ ഇപ്പോൾ ശബരിമല പോവുകയാണ്. അപ്പോൾ അതിനുള്ള നമ്മളെല്ലാം വിളിച്ചു ചേർത്തതാണ്. അപ്പോൾ എന്താ പറയുക, ക്ഷണമെല്ലാം കഴിഞ്ഞു. ഞാൻ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വ്ളോഗിൽ ഞാൻ എങ്ങനെ എടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ 2 മാസം മുന്നെയാണ് ഈ വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 28 ജൂണിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ
ഷോപ്പിംഗ് വ്ളോഗ് തൊട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ അവിടുന്ന് മുതൽ ഞാൻ എന്തൊക്കെയാണോ എടുത്തിരിക്കണേ അതിനെല്ലാം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതെന്തായാലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഈ വ്ളോഗ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് പറയാൻ എനിക്ക് ഭയങ്കര ഇമോഷണലാണ്. കാരണം ലൈക്ക് എന്താ എനിക്ക് ഇഫ് ഒരു അനിയത്തിക്ക് സിസ്റ്റർ ഉണ്ടാവുമ്പോൾ അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. ഒരു സിബ്ലിങ്ങിന് പെട്ടെന്നൊരു മാരേജിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് എൻഗേജ്മെൻ്റ് അടുക്കെയാണ് എനിക്ക് ആ ഒരു റിയലൈസേഷൻ വരുന്നത്. ഇങ്ങനെ മാരേജിൻ്റെ ഒരു പാർട്ട് തുടങ്ങുകയാണ് ഇതിലൂടെ, എൻഗേജ്മെൻറ്റിലൂടെ തുടങ്ങുകയാണ് എന്നുള്ളതാണ് എനിക്ക് ആ ഒരു റിയലൈസേഷൻ ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുന്നേന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടുതലും ബിസി ആയിരിക്കുന്ന സമയത്താണ് നമുക്കത് ആ ഒരു റിയലൈസേഷൻ വരുന്നത്. ഇതാവാൻ പോവുകയാണ്. പിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഇങ്ങനെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ എനിക്കത് വാക്കുകളോട് പറയാൻ പറ്റുന്നില്ല. അത്രയും ഒരു ഹാപ്പിനെസ്സും മിക്സഡ് ഇമോഷൻസാണ്. അങ്ങനെ ആ ഒരു ഡേ എത്താൻ പോവുകയാണ്. എന്തായാലും ആ ഡേ കഴിഞ്ഞിട്ടായിരിക്കും ഈ വ്ളോഗെല്ലാം വരിക. അങ്ങനെ ഞാൻ പരമാവധി ഞാൻ വ്ളോഗൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. കാരണം ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൈവസി ഉണ്ടല്ലോ, അവർക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രൈവസി. അപ്പോൾ പിന്നെ മാക്സിമം എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഡ്രസ്സെല്ലാം കണ്ട് എനിക്ക് ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എല്ലാവരുടെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സിനെയും കാട്ടി എനിക്ക് ചേച്ചിയുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല തോന്നുന്നു. കാരണം അവിടെ ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. ഒരു ബ്ലൂ കളർ പിന്നെ ഫൈനൽ ലുക്കിൽ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗാണ്. അങ്ങനെ സോ ഇനി നമുക്ക് നാളെ ജ്വല്ലറി എടുക്കാൻ പോകണം. ഡ്രസ്സിന് മാച്ചിട്ടുള്ള ജ്വല്ലറി ഒക്കെ എടുക്കണം പാലക്കാട് നിന്ന്. അതൊക്കെ നമ്മൾ വൈകി കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ അതിന് വേണ്ടിയുള്ള ഒരു ഇതിലാണ് പോകുന്നത്. അപ്പം പിന്നെ ഒറ്റപ്പാലം പോകണം, ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ ചേച്ചിക്ക് മൈലാഞ്ചി ഇടും. ആ ഒരു ഡേ ഫുള്ളും ചേച്ചിയുടെ ഒരു തിരക്കിലായിരിക്കും. അന്ന് ഈവനിങ് തന്നെ എനിക്കും അമ്മയ്ക്കും കൂടിയിട്ട് കൊടുവായൂർ പോയിട്ട് ഇത് വാങ്ങണം, ഹാമ്പർ വാങ്ങണം. ഹാമ്പർ സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങാൻ പോകണം ഇനി. അങ്ങനെ ആ പരിപാടി ഉണ്ട്. അന്ന് തന്നെ ചേച്ചിക്ക് എവിടെയും പോകാൻ പറ്റില്ല, കാരണം ഹാൻഡ് ഫുള്ളും ബ്രൈഡലിൻ്റെ മെഹന്തി ഇടും. ഫ്രൈഡേ എനിക്കും അമ്മയ്ക്കും മെഹന്തി ഇടും. അന്ന് തന്നെ ഇവിടെ പന്തൽ വർക്കെല്ലാം ചെയ്ത് വരുന്നുണ്ട്. പിന്നെ സാറ്റർഡേ എൻഗേജ്മെൻറ്റ്. അങ്ങനെ ഇതെന്തായാലും ഫ്രൈഡേ വരെയുള്ള വ്ളോഗ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗിനെ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. 22-ന് ഉള്ളൊരു വേറെ സെപ്പറേറ്റ് ന്യൂ വ്ളോഗ് എടുക്കുന്നുണ്ട്. അതേപോലെ 23-ന് ഞാൻ വേറെ ഒരു ന്യൂ വ്ളോഗ് എടുക്കുന്നുണ്ട്. 23-ന് നമ്മളിവിടെ ബ്രൈഡിന്ന് ഗ്രൂമിൻ്റെ വീട്ടിലോട്ടും 22-ന് ഗ്രൂമ് ബ്രൈഡിൻ്റെ വീട്ടിലോട്ടുമാണ് വരുന്നത്. അങ്ങനെ അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടോ. ഓക്കെ ഗായ്സ്, ഹലോ ഗായ്സ്, നമ്മൾ ഇപ്പോൾ ഒറ്റപ്പാലം പോയി വന്ന് കഴിഞ്ഞ് ഇപ്പോൾ സാരി ഡ്രൈപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈമൺ ഇത് 23-ാം തീയതി സാരി അതിൻ്റെ ഇപ്പോൾ ഡ്രൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 22-ാം തീയതി ചേച്ചി ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടോ? എന്താണ് പറയാനുള്ളത് ചേട്ടന്റെ എൻഗേജ്മെന്റ് ആണെന്ന് പറയുമ്പോൾ? ഇത് വളരെ 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 സന്തോഷമുണ്ട്. ഇനിയും ഇനിയും അങ്ങോട്ട് സന്തോഷമായിരിക്കും. പിന്നെ അങ്ങനൊക്കെ അങ്ങ് പോകുന്നു.
This is my sister engagement saree. ഇതാണ് ചേച്ചിയുടെ എൻഗേജ്മെന്റ് സാരി. ബ്ലൂ, പീകോക്ക് ബ്ലൂ കളർ. ഇതിപ്പോ ഇങ്ങനെയുണ്ട്. ഇതിവിടെ കൊതുകും. ഒട്ടി വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കൊതുകും, പിന്നെ ഇവിടെ ഒതുങ്ങും, ഇതൊതുങ്ങും, ഇതൊതുങ്ങും. അപ്പൊ ഞാൻ ചെയ്യും. ഇതൊക്കെ ഒതുങ്ങും. നന്നായി ഒതുങ്ങും. പക്ഷേ അവിടെ Hey guys, so നമ്മൾ ജ്വല്ലറി തപ്പാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ അമോഹ ബ്രൈഡൽ ജ്വല്ലറിയിലേക്ക് വന്നിരിക്കുകയാണ്. സോ നമുക്ക് ജ്വല്ലറി നോക്കാം. ഓട്ടത്തോടെ മൊട്ടം ഗൈസ്. അല്ല, ഇനി വെറും 2 ദിവസം മാത്രം. ജസ്റ്റ് ഇവിടെ എല്ലാം നോക്കിക്കോളൂ. ഇത് നോക്കണം. രസം കേട്ടോ. കണ്ണട കമ്മൽ ഏതാണ്? കുഴപ്പമില്ല. 22-ാം തീയതി സാരി കണ്ടിട്ടുണ്ടാവും. Hey guys, so ഇന്ന് Thursday 20 August. സോ ഇവിടെ ചേച്ചിക്ക് മെഹന്തി ഇടാൻ വന്നിരിക്കുകയാണ്. അഫ്കോഴ്സ് ആസ് യൂഷ്വൽ നമ്മുടെ സുരേഷ് ചേച്ചി തന്നെയാണ് എൻ്റെ മെഹന്തി ഇടാൻ വന്നതും എൻ്റെ ഫംഗ്ഷൻ മെഹന്തി ഇടാൻ വന്നത് ഈ ചേച്ചി തന്നെയാണ്. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. കാണിച്ചു തരാം. പന്തലിടുന്നൊക്കെ കാണിച്ചു തരാം. പന്തലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്. യെസ് ഗൈസ്, മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുകയാണ്. പകുതി പോലും എത്തിയിട്ടില്ല. ഇത്ര എത്തിയിട്ടുള്ളൂ. ഒരു കൈന്റെ ഇത്ര എത്തിയിട്ടുള്ളൂ. ബാക്കും നീ ഇവിടെ ബാക്കിലൊക്കെ ഇടാൻ. ഇത് ഇവിടെ ഫ്രണ്ട് കംപ്ലീറ്റ്. ഈ കൈ കംപ്ലീറ്റ് ചെയ്യണം. ആ ചേച്ചി ബാത്റൂമിൽ പോയിക്കാം. ഹേ ഗൈസ്, അപ്പോൾ നൗ ഇറ്റ്സ് ടൈം 2 o'clock. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 20 Thursday. ഇനി 2 more days to go. Not 2 more days, 1 more day to go. നാളത്തോടെ നമ്മുടെ എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതോടെ ഞാൻ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യും. സോ ഇനി എന്താ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ, പന്തല് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പന്തലിടല് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേജ് ഇടാനുണ്ട്. സ്റ്റേജ് നാളെ ഇടും. നാളെ സ്റ്റേജ് പ്രിപ്പറേഷൻ എല്ലാം ആണ്. അത് എൻ്റെ കഴിഞ്ഞ പോലെ തന്നെ ഇവിടെ കാർ പോർച്ചിലാണ് സ്റ്റേജ് എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നത്. അവിടെയൊക്കെ പന്തലിട്ട് കഴിഞ്ഞു. പിന്നെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് മെഹന്തി സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ഈ കൈത്ത് കഴിഞ്ഞ് ഇനി ഈ കൈത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ ക്ഷണിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. 2 വീടും കൂടി ഉണ്ട്. അടുത്ത് ഉള്ള ആൾക്കാരനെയും കൂടി വിളിക്കാനുണ്ട്. പിന്നെ പപ്പ ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈവനിങ് എത്തും. പിന്നെ ഇവിടെ ഫിഷ് ടാങ്ക് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അക്വേറിയം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചതില്ല, അന്നേരം കാണിച്ചതില്ലേ. അതിപ്പോൾ ചെയ്യാൻ വന്നിട്ടുള്ളൂ. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ എൻ്റെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്തൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുണ്ട്, കുറേ ഉണ്ട്. എപ്പോൾ തീരുമെന്ന് ദൈവത്തിനറിയാം. സോ ഞാൻ അങ്ങനെ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ അപ്ഡേറ്റ് ഗോയിങ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെന്തോ ഞാൻ പറയാൻ വന്നേ, യാ നമ്മുടെ ഡ്രസ്സ്. സ്വരം പറഞ്ഞ നമ്മുടെ എൻഗേജ്മെന്റ് ഡ്രസ്സാണ്. പപ്പയ്ക്കുള്ള നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച് കഴിഞ്ഞു, ഓൺലൈനിൽ നിന്നും എല്ലാം സെറ്റാക്കി. പിന്നെ നമ്മുടെ എൻഗേജ്മെന്റ് ഡ്രസ്സ് എൻ്റെ ചേച്ചിയുടെ അമ്മയുടെ ഉണ്ട്, ഒറ്റപ്പാലം മന്ദാരയിലാണ് കൊടുത്തത്. ഫിഷ് ടാങ്കിൽ ഇവിടെയൊക്കെ പന്തലിട്ട് കഴിഞ്ഞു, പന്തൽ വരെ പോയി വന്നു. ഇതൊക്കെ പിന്നെ ഇതെന്താ പറ്റിയെന്ന് അറിയില്ല. സോ ഗായ്സ്, അങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതാ ഒരാള് നല്ല ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുന്നു. ഇതാ മൈലാഞ്ചി കാണിക്കി നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ. ബാക്ക് കാണിക്കി അടിപൊളിയുണ്ട്. ഇത് ഇനി 2 ദിവസം നല്ലോണം ചോക്കും. എനിക്ക് ഇവര് ഇത് ഇടുമ്പോ എനിക്ക് എന്റെ ഫങ്ഷൻ ഇട്ടതാണ് ഗൈസ് ഓർമ്മ വരുന്നത്. എത്ര മണിക്കൂർ ഞാൻ ഇരുന്ന്, ഇത് രാവിലെ 10:30 തുടങ്ങിയതാ, 10 മണി 10:30 തുടങ്ങിയതാ, 5:30 തീർന്നു. ഫിൽട്ടർ അങ്ങനെ അല്ല, അക്വേറിയം അങ്ങനെ ക്ലീൻ ആക്കി, മീനെല്ലാം മാറ്റി. പക്ഷെ കളറ് നാളെ ആകുമ്പോഴേക്കും മാറും എന്ന് പറയുന്നുണ്ട്. ക്ലീൻ ആവുന്നൊക്കെ പറയുന്നുണ്ട്. പുറത്തൊക്കെ ക്ലീൻ ആക്കി. കഴുകി നാളെ ആകുമ്പോഴേക്കും ബ്രൗൺ കളർ ആവുമെന്ന് വിചാരിക്കുന്നു. ഡ്രസ്സൊക്കെ അലങ്കോലമായിട്ട് ഇരിക്കുകയാണ്. ഇനി നാളെ ഓൺലി 1 day ലെഫ്റ്റ്. ഗായ്സ്, സോ ഇപ്പൊ സമയം 7:30. ഇതാ അവിടെ അക്വേറിയം ഒക്കെ ക്ലീൻ ആക്കി. പക്ഷെ കളർ മാത്രം വേണം ഇങ്ങനെ. യാ, സോ ഇപ്പൊ 7:30. നമ്മൾ ഇനി റെഡി ആയിട്ട് കൊടുവായൂർ പോവാൻ നിൽക്കുകയാണ്. വണ്ടി വിളിച്ചിട്ടുണ്ട്. സോ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇനി ഡ്രസ്സ് കളക്ട് ചെയ്യണം. 8 മണിയാകുമ്പോഴേക്കും ഡ്രസ്സ് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ കൊടുവായൂർ പോകണം. Then we need to collect our hampers for my aliyen. Yeah. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. എൻഗേജ്മെന്റ് ആയിട്ട് എന്താ പറയാനുള്ളത്? എൻഗേജ്മെന്റ് ആയിട്ട് എന്താ പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഹാപ്പി അലോട്ട്. പിന്നെ യാ എക്സൈറ്റഡ് ആണ്. കിട്ടി എൻ്റെ ചെക്കന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആഫ്റ്റർ 2 years ഇല്ലേ, 2 years എൻഗേജ്മെന്റ് കല്യാണം. അങ്ങനെ നമ്മളിപ്പോൾ റെഡിയായി. നൗ ഇറ്റ്സ് ടൈം 8:30. നമ്മളിപ്പോൾ പോവാൻ നിൽക്കുവാണ്. വണ്ടി കുറച്ച് നേരം വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. അവര് ബസ് സ്റ്റാൻഡിൽ പോയി എൻ്റെ ഡ്രസ്സ് കളക്ട് ചെയ്തു, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഹാമ്പർ സെറ്റായി, നമ്മൾ ഫോട്ടോ കണ്ടു. യോ ഗൈസ്, ഇറ്റ് വാസ് സോ ഗുഡ്. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, അത്രയും അടിപൊളിയായിട്ട് അവർ ഹാമ്പർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് കാണണം, കളക്ട് ചെയ്യണം, വരണം. ഇവിടെ പന്തലൊക്കെ ഇട്ട് ഇപ്പോൾ ഇവിടെ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ചെയർ കിട്ടുന്നു. അങ്ങനെ കേസ് നമ്മൾ കൊടുവായിരുന്നു ഹാമ്പറെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പം. അങ്ങനെ അതൊക്കെ വാങ്ങി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഗ്രൂമിൻ്റെ വീട്ടിൽ കാണിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ എക്സെപ്റ്റ് ദാറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഹാമ്പർ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ജ്വല്ലറി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്.
അത് എടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ജ്വല്ലറി എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ദാ, അമ്മയുടെയും എന്റെയും ചേച്ചിക്കൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. നാളെയാണ് ഗൈസ് എൻഗേജ്മെന്റ്. സോ അവിടെ സ്റ്റേജ് ഒരുവിധം എല്ലാം കഴിഞ്ഞു തോന്നുന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയതാ, ഹാമ്പർ എല്ലാം കളക്ട് ചെയ്തു. ഇനി നേരെ വീട്ടിലോട്ട് പോവാം, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ അമ്മയുടെ മൈലാഞ്ചി എല്ലാം ഇന്നാണ് ഇട്ടത്. പിന്നെ സ്റ്റേജ് ഡെക്കറേഷന് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലക്കാട് ശില്പം ഡെക്കറേഷൻ ആണ് ചെയ്തത്. പാലക്കാട് തന്നെയാണ്. അയ്യോ ഗൈസ്, അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മൾ എങ്ങനെയാണോ റെഫറൻസ് കൊടുത്തത് അതേപോലെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാധയും കൃഷ്ണൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് തരാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലൈറ്റ് സെറ്റിങ്സും നമ്മുടെ സൗണ്ട് മ്യൂസിക്കും അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും എല്ലാം വന്നപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോഡ്വിൻ വിസ്മയ എന്നുള്ള ഫ്ലെക്സ് ഉണ്ടായിരുന്നു. ഗായ്സ്, സോ എൻഗേജ്മെന്റ് പ്രിപ്പറേഷൻസ് എല്ലാം പകുതി മുക്കാലും കഴിഞ്ഞു. ഇവിടെ യജമാനത്തെ പോലെ ഒരാൾ ഇരിക്കുന്നുണ്ടോ എന്റെ സ്ഥാനത്ത് ഇരിക്കുന്നതിന് പകരം. സോ ഗായ്സ്, എൻഗേജ്മെന്റ് ഗോഡ്വിൻ വിസ്മയ. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ സ്റ്റേജ് പരിപാടികൾ കഴിഞ്ഞു. അല്ല, സ്റ്റേജിന്റെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി സ്പീക്കർ വരാനുണ്ട്, അത് നമ്മൾ നേരത്തെ പറയാൻ മറന്നു. സോ അത് നാളെ ആകുമ്പോഴേക്കും എത്തും. ആൻഡ് മൈ മെഹന്തി ഇസ് ഓൾമോസ്റ്റ് ഡൺ. ഇനി അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട് നാളെ കാണിച്ചു തരാം, എന്നാലും അത് ചോക്കുള്ളൂ. ബ്രൈഡിന്റെ കഴിഞ്ഞു, ഇനി ബ്രൈഡ്സ് മെയ്ഡ്സിന്റെ ആണ് ഇതൊക്കെ. ബ്രൈഡ്സ് മെയ്ഡ്സ് നാളെ വരും, വേറെ 2 ആൾക്കാരൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ കാര്യങ്ങൾ വീടിന്റെ ഉള്ളിൽ കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന് ക്ലീനിങ് പരിപാടി ഉണ്ട്. സോ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജിന്റെ. അതെ, അവിടെ എന്താണ് ഗ്രൂമിന്റെ വീട്ടിൽ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് അവര്. വീഡിയോ കോളിൽ കാണിച്ചു തന്നിരുന്നു. ഗ്രൂമിന് ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ കോളിൽ ഇപ്പൊ ഗിവിൻ എന്നെ വിളിച്ചിരുന്നു. നല്ല രസമുണ്ട്. ചെയറൊക്കെ മുമ്പിലിട്ടിട്ട് അവിടെ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. സോ അങ്ങനെ ഇന്നത്തോടെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ പുതിയൊരു ഫ്രഷ് ആയിട്ട് എൻഗേജ്മെന്റ് വ്ളോഗ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇനി ഇടാൻ പോകുന്നത്, അല്ലേ? സോ അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ വെയിറ്റിംഗ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 3 മണിക്ക് അവിടെ. അതെ, 3 മണിക്ക് എണീക്കണം. അത് എന്തായാലും അടുത്ത ബ്ലോഗിലെല്ലാം പറയാം, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം. അവിടെ എന്തായാലും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഈ ബ്ലോഗ് എന്തായാലും റിവീൽ ആക്കുള്ളൂ. അതെ. സോ അങ്ങനെ hope you guys you like this video. Do like, share, subscribe and comment below. Yeah, that's it. Thank you.